ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകർ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോലും ആരെയും വഞ്ചിക്കാതെ സമാധാനം നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രം 100% ഇവർക്ക് വിജയസാധ്യതകൾ ഈ ജൂൺ മാസത്തിൽ ലഭിക്കുകയാണ്. ആരൊക്കെയാണ് ഈ ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകരെന്നും ഇവരുടെ മനസ്സിൻ്റെ നന്മ ഇവർക്കെങ്ങനെ ഗുണം ചെയ്യുന്നു എന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്ന് പങ്കുവെക്കാം. ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. മനസ്സിൽ 100% നന്മ കൊണ്ടു നടക്കുന്ന ഈ നക്ഷത്ര ജാതകർ, പക്ഷേ ഇവരെ ആരും തിരിച്ചറിയുന്നില്ല. ദൈവം ഇവരെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് 100% വിജയസാധ്യതകൾ ഈ സമയത്ത് ലഭിക്കും. ആയില്യം നക്ഷത്ര ജാതകർക്ക് എല്ലാ ദോഷങ്ങളും അവസാനിക്കുകയും നല്ല രീതിയിൽ ഈശ്വരാധീനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ്. നാമജപങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാം എന്നത് തന്നെയാണ് ഇവർക്കുള്ള ആത്മവിശ്വാസവും. ഈ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയാൽ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എടുത്തു പറയേണ്ട ഒരു കാര്യം, വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വരും ദിവസങ്ങളിൽ ഇവർക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ എന്നിവ നടത്താൻ ഇവർക്ക് സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള കപചന്യമായ അസുഖങ്ങൾ മാറിക്കിട്ടും. ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുമ്പ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ഇത് ഇവർക്ക് ഏറെ ഗുണം ചെയ്യും. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് കർമ്മസംബന്ധമായ ഉയർച്ചകൾ, ഇല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ചില പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും ചില അപ്രതീക്ഷിത അവസരങ്ങൾ ലഭിക്കും. ഈ ആഴ്ചയിലെ ഭാഗ്യം എന്ന് പറയുന്നത് തിരികെ കിട്ടാത്ത തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ഉള്ള അസുഖങ്ങളും വേദനയും മാറിക്കിട്ടും. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമാണ്. കാര്യങ്ങൾ എല്ലാം വേഗത്തിലായി തീരും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി കുറഞ്ഞു പോയവർക്ക് അത് വീണ്ടെടുക്കാനും സ്വമേധയാ ഇതിൽ വിജയിക്കാനും സാധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നത് കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും
മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകും. ഇനി നമുക്ക് ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ അത്യാപത്തുകൾ ഒന്നുമുള്ള സമയത്തിലൂടെയല്ല ഇവർ കടന്നു പോകുന്നത്. ഒട്ടനവധി ഭാഗ്യങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ട്. ചില പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയും ഉണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകൾ പുഷ്ടി പ്രാപിക്കാനുള്ളൊരു ഭാഗ്യം ഇവരിലേക്ക് കടന്നു വരുന്നുണ്ട്. ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ ഇവരെ വിട്ടൊഴിയും. വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാണിജ്യ മേഖല മുമ്പില്ലാത്ത വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാം. ഗവൺമെൻറ്റിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. കൂട്ടുകച്ചവടങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്താതെ മുന്നോട്ട് പോകാനും സാധിക്കും. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഭജനം, ശാസ്താഭജനം, ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്തുക. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും പറ്റിയ സമയം തന്നെയാണ്. വളരെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ധനനഷ്ടം, സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉള്ള അപമാനങ്ങൾ എന്നിവ പരിഹരിക്കാൻ മാർഗങ്ങൾ മുന്നിലേക്ക് വരുമെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും ഉത്സാഹവും സദാസമയവും കൈവിടാതെ നിലനിർത്തണം. പൈതൃക സമ്പത്തിനെ കുറിച്ചിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വളരെ വേഗം തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകളിൽ നല്ല കാലത്തിൻ്റെ തുടക്കം കണ്ടു തുടങ്ങും. കല, സാഹിത്യം, അധ്യാപനം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മനസ്സംതൃപ്തിയോട് കർമ്മമനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ വ്യത്യാസം കൊണ്ട് വളരെ വലിയ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടതായിട്ട് വരും. ഈ നക്ഷത്രക്കാർ ശിവഭജനം മുടങ്ങാതെ നടത്തുക. കൂവളത്തില, എണ്ണ എന്നിവ ശിവങ്കൽ തിങ്കളാഴ്ചകളിൽ സമർപ്പിക്കുന്നതും ഈ ആഴ്ചയിൽ ഭാഗ്യം ഇരട്ടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മത നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനാൽ കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. കാര്യങ്ങളിലെ വിഘ്നവും ബന്ധങ്ങളിലെ വിള്ളലുകളും ഒഴിഞ്ഞു പോകാൻ മുതിർന്നവരുടെ സഹായം ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് കരകയറും. ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ടുള്ള അകാരണമായ വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. കർമ്മമേഖലയിൽ സശ്രദ്ധമായ സമീപനം ഈ സമയത്ത് അത്യാവശ്യമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യത ഈ സമയത്ത് ലഭിക്കും. വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ബന്ധുജനങ്ങളുമായിട്ടുണ്ടാകേണ്ടതാണ്. ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ അകലങ്ങൾ സൃഷ്ടിക്കാം. സാമ്പത്തിക മേഖല വളരെ പരിതാപകരമാകാൻ സാധ്യതയുണ്ട്. കയ്യിലുള്ള ധനം ഉപയോഗപ്രദമാകും. വളരെ ശ്രദ്ധയോടുകൂടി ധനവിനിയോഗവും വേണ്ടൊരു കാലഘട്ടം തന്നെയാണ്. വിദ്യാർത്ഥികൾ വേണ്ടത്ര പഠന മികവ് കാണിക്കുന്നൊരു സമയം കൂടിയാണ്. ഇവർ ദോഷനിവാരണത്തിന് എല്ലാ ദിവസവും പരമാവധി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇനി ചതയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുഭഫലങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഒന്നൊന്നായിട്ട് ഈ നക്ഷത്ര ജാതകരിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയൊരു അവസരത്തിന് കാത്തു നിൽക്കാതെ അവയെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മനസ്സിൻ്റെ ദൃഢത കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പരാജയപ്പെട്ട ചില സംരംഭങ്ങൾ പുനരാരംഭിക്കാനും അതിൽ മെച്ചപ്പെട്ട വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കും.
വരുമാനം ഉണ്ടാക്കാനും പല മാർഗങ്ങൾ ലഭിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ധനം ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിൽ, കരകൗശല വിദ്യകൾ എന്നീ മേഖലകളിൽ ഐശ്വര്യം ഉണ്ടാകും. ഇവർ ദോഷനിവാരണത്തിന് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പം, എണ്ണ, നെയ്യ് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.